പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. നെഹമ്യായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ കർത്താവ് കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച വിഗ്രഹാരാധന നടത്തിയ മക്കളോട് അവിടുന്ന് കരുണ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഇങ്ങനെ പറയുകയാണ്, എന്നിട്ടും കാരുണ്യവാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. മരുഭൂമിയിൽ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ലോഹം കൊണ്ട് കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച് വിഗ്രഹാരാധന നടത്തിയിട്ട് പോലും മരുഭൂമിയിൽ കർത്താവ് അവരെ ഉപേക്ഷിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്നും ഈ ലോകമാകുന്ന മരുഭൂമിയിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളാക്കി മാറ്റിയ നമ്മെ ഓരോരുത്തരെയും നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുമ്പോഴും നമുക്ക് തോന്നുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ കൊണ്ട് മനുഷ്യർക്കും ഈ ഭൂമിയിലുള്ള മറ്റ് പലതിനും നമ്മൾ കൊടുത്ത് മുമ്പോട്ട് ജീവിച്ചു പോകുമ്പോൾ അവിടുന്ന് നമ്മളെ ഉപേക്ഷിക്കുന്നില്ല, അവിടുന്ന് നമ്മളെ കൈവിടുന്നില്ല. പ്രത്യേകിച്ചും തിരുസഭയിലുള്ള ഓരോ മക്കളുടെയും ആത്മാവിൽ അവിടുന്ന് വന്ന് വാസമുറപ്പിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൽ അവിടുന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുകയാണ്, പകൽ മേഘസ്തംഭവും രാത്രി അവർക്ക് വഴികാട്ടിയായ അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല. ഇതൊന്നും ഉപേക്ഷിച്ചില്ല. ദൈവം അവരെ കൈവിട്ടില്ല. പകൽ സമയം മേഘസ്തംഭം, രാത്രി അവർക്ക് വഴികാട്ടിയായ അഗ്നിസ്തംഭം അവരോട് കൂടെ ഉണ്ടാകുന്നു. തുടർന്ന് പറയുകയാണ് 20-ാമത്തെ തിരുവചനത്തിൽ, അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു, മന്നായും ദാഹജലവും തുടർന്ന് നൽകി. എത്രയോ മഹത്തായ കാര്യമാണ്. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ ഓരോരുത്തരിലും വന്നതാണ്. ദൈവത്തിൻ്റെ ചൈതന്യം എന്ന വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നത് കൂദാശകളിലൂടെയാണ്. മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും എല്ലാമാണ് ഇന്ന് ദൈവം തൻ്റെ ആത്മാവിനെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. കാരണം യേശുക്രിസ്തു തുടർന്നു ആരംഭിച്ച അതേ സുവിശേഷ ദൗത്യം, ആ യേശുക്രിസ്തു ആരംഭിച്ച് വെച്ച ആ പ്രവർത്തനം ഇന്നും തിരുസഭയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തിരുസഭ അത് നയിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് കൂദാശകളിലൂടെയാണ്. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തിൽ അന്ന് കൂദാശകളില്ല. അന്ന് കൂദാശകളില്ലെങ്കിലും ദൈവമായ കർത്താവ് അവരുടെ ഒക്കെ ഉള്ളിലേക്ക് അവിടുത്തെ ചൈതന്യം പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. വിവേകമില്ലാതിരുന്ന ഈ ഇസ്രായേൽ മക്കളിലേക്ക് കർത്താവിനെതിരെ വിഗ്രഹാരാധനയൊക്കെ നടത്തി ജീവിച്ച ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ചൈതന്യം അവിടുന്ന് പകർന്നു കൊടുക്കുന്നു. ചൈതന്യം പരിശുദ്ധാത്മാവാണ്.
ചൈതന്യം ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ ചൈതന്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാമത്തെ തിരുവചനത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം നിറഞ്ഞു നിന്നു. ദൈവത്തിൻ്റെ ചൈതന്യം അതിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ചലിച്ചുകൊണ്ടിരുന്ന ദൈവം തന്നെയാകുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ്, റൂഹ, ആത്മാവ്, ഇവിടെ ഇസ്രായേൽ മക്കളുടെ, ദൈവത്തിനെതിരെ പ്രവർത്തിച്ച മക്കളിലേക്ക് പോലും ആ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് കൊടുത്തുകൊണ്ട് പറയുകയാണ്, അവരിൽ വിവേകം ഉദിപ്പിച്ചു. അങ്ങനെ അവർക്ക് വിവേകമുണ്ടാകാൻ തുടങ്ങി. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ധ്യാനങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഇന്ന് അനേകം വ്യക്തികൾക്ക് വിവേകമുണ്ടാകുന്നത്. പലതരത്തിലുള്ള സുഖേച്ഛകളും പാപസ്വഭാവങ്ങൾക്കും ദുശീലങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിലൊക്കെ പോയി വചനം കേട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? അവർക്ക് വിവേകം കൊടുക്കുന്നു. ഇത് തെറ്റാണ്, ശരി ഏതാണെന്ന്, തെറ്റും ശരിയും കണ്ടെത്തുവാനായിട്ടുള്ളൊരു വിവേകം, നന്മയും തിന്മയും തിരിച്ചറിയുവാനായിട്ടുള്ള വിവേകം, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിവേകം, മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുവാനായിട്ടുള്ളൊരു വിവേകം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഞങ്ങളുടെ പാപകരമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോഴും തിന്മയിൽ ജീവിച്ചപ്പോഴും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ കൈവിട്ടില്ല, ഞങ്ങളെ വെടിഞ്ഞില്ല. എന്നാൽ കുദാശകളിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അയക്കുകയും ആ കുദാശകളിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വിവേകം നൽകുകയും ചെയ്തു. ശരിയും തെറ്റും തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകി. കർത്താവെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കരുണയും സ്നേഹവും ദയയും മറ്റുള്ളവർക്കും പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.